പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതി. സുധാകരനെ കൂട്ടുപ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ഗൂഢാലോചനാ കുറ്റം സുധാകരനെതിരെ ചുമത്തിയിട്ടുണ്ട്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, കുറെ നാളായിട്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്ന കേസാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കെ സജീവമാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ ക്രൈംബ്രാഞ്ച് ഇതിൽ അന്വേഷണം നടത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. മോൻസൺ മാവുങ്കൽ, കെ സുധാകരൻ, അതോടൊപ്പം തന്നെ എബിൻ എബ്രഹാം, ഈ 3 പേരാണ് ഇതിൽ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ളത്. ഇനി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് ഷീറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഈ പരാതിക്കാർ മോൻസന് 25 ലക്ഷത്തോളം രൂപ നൽകിയിരുന്നെന്നും അതിനുശേഷം അതിൽ നിന്നുള്ള 10 ലക്ഷം രൂപ കെ സുധാകരന് നൽകി എന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഈ കേസിൽ സുധാകരൻ ഉൾപ്പെടെ പ്രതിപ്പട്ടികയിൽ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും സുധാകരനെ നേരത്തെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കളമശ്ശേരിയിൽ വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു സുധാകരന്റെ വാദം. ഇപ്പോൾ എന്തായാലും അതിന്റെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിന്റെ തുടർ അന്വേഷണം ഉണ്ടാകും. കാരണം ഇനി മറ്റ് തരത്തിൽ ചാർജ് ഷീറ്റ് നൽകാനുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആ രീതിയിലാണ് അവലംബിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. നേരത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തുടർ നടപടികളും ഉണ്ടായിരിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.